എല്ലാവർക്കും സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ജീബാസിൻ്റെ പേഴ്സണൽ ബ്ലെൻഡറാണ്. ഇത് 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. അതുപോലെ 500 വോൾട്ടാണ് വന്നിരിക്കുന്നത്. മൾട്ടി പർപ്പസ് സേഫ് ഫങ്ഷനാണ്. ആൻറ്റി സ്ലിപ്പ് ഫീറ്റ് ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹൗസിംഗ് ആണ്. അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബ്ലേഡുമാണ്. സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനും അതുപോലെ ബ്ലെൻഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് 2 പ്ലാസ്റ്റിക് സ്പോർട്സ് ബോട്ടിലുണ്ട്. 570 ml അതുപോലെ 470 ml ആണ്. ട്രാൻസ്പെറൻ്റ് ആണ്. അൺബ്രേക്കബിൾ ആയിട്ടുള്ള ബോട്ടിലാണത്. ഈ ജീബാസിൻ്റെ ബ്ലെൻഡർ കൊണ്ട് നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാം, അതുപോലെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം, പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കാം, അങ്ങനെ എല്ലാറ്റിനും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ പേഴ്സണൽ ബ്ലെൻഡർ ഒന്ന് അൺബോക്സിങ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒരു ബോട്ടിലും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ജ്യൂസൊക്കെ ഇതിനകത്താക്കി ഫ്രിഡ്ജിൽ വെക്കാനും ഒക്കെ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സിങ് ചെയ്യാം. അതുപോലെ ഈ ബ്ലെൻഡർ യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ്. 1 ടച്ച് ബ്ലെൻഡിങ് ആക്ഷനാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സ്മൂത്തിയൊക്കെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അൺബോക്സിങ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് അവരുടെ കാറ്റലോഗാണ്. ഈ ബ്രൗഷറിൽ വാറണ്ടി കാർഡും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്കൊരു ലെങ്തി ആയിട്ടുള്ളൊരു ജാറാണ് കിട്ടുന്നത്. പിന്നെ ഇതാണ് സ്മാൾ ബോട്ടിൽ. ഇതെല്ലാം നമുക്ക് കണ്ടെയ്നറായിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാനൊക്കെ പറ്റുന്ന ഒരു ബോട്ടിലാണത്. ഇതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലോട് കൂടിയിട്ടുള്ള മെഷീന്. ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ബോട്ടിൽ ലിഡും കൂടി ഉണ്ട്. ഇത് നമുക്ക് അതിൻ്റെ വലിയ ജാറിനാണ് സൂട്ടബിൾ ആവുന്നത്. അപ്പോൾ വലിയ ജാറിൽ നമുക്ക് സ്മൂത്തിയൊക്കെ തയ്യാറാക്കിയ ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ബോട്ടിൽ നല്ല ക്യൂട്ടാണ്. ചെറിയൊരു ജാറ്. ഇതിൽ നമുക്ക് ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ ഇതിനകത്ത് ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ബ്ലെൻഡർ യൂസ് ചെയ്യുന്ന സമയത്ത് അത് നന്നായി ഫിക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ 3 ബുഷും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല ടൈറ്റായിട്ട് ഉറച്ചിരിക്കുന്നതാണ്. ഒട്ടും സ്ലിപ്പാവാത്ത ഒരു മെഷീനാണത്. ഇതാണ് ലോങ് ജാറ്. അപ്പോൾ നമുക്ക് ഈ വലിയ ജാറ് ബ്ലെൻഡറിൽ എങ്ങനെയാണ് ഫിക്സ് ആവുന്നതെന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ ലോക്ക് ആവുന്നതാണ്. ഈ വലിയ ജാറിലേക്ക് നമുക്ക് ഈ ഒരു ലിഡ് വെച്ച് അടച്ച ശേഷം ഇത് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഫ്രിഡ്ജിലൊക്കെ വെക്കാനും ഒക്കെ പറ്റുന്ന ഒരു കവറും കൂടിയാണ് എക്സ്ട്രാ ആയിട്ട് തന്നിരിക്കുന്നത്. ഇതിപ്പോൾ ബോട്ടിൽ പോലെ യൂസ് ചെയ്യാം. അതുപോലെ ബ്ലെൻഡറായിട്ടും ഫ്രിഡ്ജിൽ വെക്കാനും ഒക്കെ പറ്റുന്നതാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 4 സൈഡിലോട്ടുള്ള ഒരു ബ്ലേഡാണ് ഈ ബ്ലെൻഡറിനുള്ളത്. അപ്പോൾ ഇത് ചെറിയൊരു ബ്ലെൻഡറും കൂടി ഇതിൻ്റെ ഒപ്പം ഉണ്ട്. ഇതിൽ നമുക്ക് ആ ബ്ലേഡ് വെച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് BPA ഫ്രീ ആണ്. ഇത് പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ കൂടി BPA ഫ്രീ ആയതുകൊണ്ട് തന്നെ സേഫ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. ഈ ബ്ലേഡ് വെച്ചിട്ട് ചെറിയ ബോട്ടിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചാണ് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ളെങ്കിൽ അല്ലെങ്കിൽ ജ്യൂസ് പോലെ തയ്യാറാക്കണമെങ്കിൽ ഈ ചെറിയൊരു ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. 2 ബോട്ടിലോട് കൂടിയിട്ടുള്ള ഒരു ബ്ലെൻഡറാണ് ജീബാസിൻ്റെ. ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ട്രാവൽ ഫ്രണ്ട്ലിയും കൂടിയാണ്. പെട്ടെന്ന് തന്നെ ഇത് ഫിക്സ് ചെയ്യുന്നതിനും അതുപോലെ ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. അതുപോലെ തന്നെ ഇത് നല്ല ടൈറ്റായിട്ട് തന്നെ ഈ മെഷീൻ ഒട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കത് സ്ലിപ്പാകുന്ന പ്രശ്നം വരുന്നില്ല. ബനാന ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഈ ബ്ലെൻഡർ വെച്ചൊന്ന് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 ബനാന ഞാൻ ബ്ലെൻഡറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കൊക്കോ പൗഡറാണ്. ഇത് അൺസ്വീറ്റഡ് കൊക്കോ പൗഡറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് സ്വീറ്റ് ആവശ്യമുണ്ടെങ്കിൽ മധുരം ചേർക്കാവുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. അതിനത് പഴവും അതുപോലെ തന്നെ കൊക്കോ പൗഡറും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തണുത്ത പാലാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടി ചേർക്കാം. ഇത് നല്ല ചിൽഡ് ആയിട്ടുള്ള മിൽക്കാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു കേബിളാണ് ഈ ബ്ലെൻഡറിനുള്ളത്. അധികം ചേരുവകളിലൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്മൂത്തിയാണിത്. അതിനത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഞാനത് ബനാന ചോക്ലേറ്റ് ഡ്രിങ്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.